ഹായ് ഹലോ. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായ? കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മളുടെ അമ്പ് പെരുന്നാൾ വരെയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അമ്പ് പെരുന്നാൾ വരെയാണ്. അപ്പൊ അമ്പ് പെരുന്നാളിന് പിണ്ടീമ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൂവ് ഉണ്ടാക്കണതാണ് ട്ടോ ഞാൻ ഇവിടെ ഇരുന്ന്. അപ്പം ഇനിയിപ്പോ ഒരാഴ്ചയുണ്ട്. അപ്പൊ 3 ദിവസം കൊണ്ട് ഓരോ ദിവസവും കൊണ്ട് ഞാനിങ്ങനെ ഓരോ ട്രിപ്പും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനതൊന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് ഓർത്തിട്ട് കുറച്ച് ആദ്യം വേണ്ടത് കുറച്ച് നല്ല കളറിലുള്ള പേപ്പറുകൾ വാങ്ങിക്കണം. അപ്പോൾ ആ പേപ്പറുകളൊക്കെ ഇതിപ്പോൾ ഒരു 100 രൂപക്കുള്ള പേപ്പറുകൾ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പം ഇതേപോലെ ഓരോ അളവ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് മുറിഞ്ഞു പോകാത്ത വിധം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇതിനൊക്കെ നല്ല ക്ഷമയും താല്പര്യവും ഇഷ്ടമൊക്കെ വേണം കേട്ടോ. എന്നാലേ ഇതൊക്കെ ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ പറ്റുള്ളൂ. ഇതൊക്കെ എന്തിനാ ചെയ്യണേന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഒറ്റ കൊല്ലവും ഞാൻ ചെയ്തിട്ടില്ല അമ്പ് പെരുന്നാളിന്. പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം പിണ്ടിമ ഈ പൂവൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുത്തി വെക്കണം, നന്നായിട്ട് അലങ്കരിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹമൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് പേപ്പറൊക്കെ വാങ്ങിച്ച് എന്തായാലും ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പം നല്ല ഭംഗിയാക്കാന്ന് ഓർത്ത് പെരുന്നാൾ. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി പണി കഴിയും. ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് തരാനുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാ. അത് കഴിഞ്ഞ് ഒരു ഈർക്കലിൻ്റെ തുമ്പത്ത് കുറച്ച് ഫെവിക്കോളും തേച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് എല്ലാം ഒട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിങ്ങനെ തെറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കണം, കാരണം വേഗം സ്പീഡിന് കാണിക്കണത്. എല്ലാം തുമ്പത്ത് ഇങ്ങനെ ഉണക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തെറുത്ത് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈർക്കലും ഇങ്ങനെ തെറുത്ത് വെച്ച് കഴിഞ്ഞാൽ അറ്റത്തൊരു ഫെവിക്കോളും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂവിൻ്റെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, എന്നെ കൂടി ഹെൽപ്പ് ചെയ്യാൻ അനുചേട്ടനും ഉണ്ട്. അനുചേട്ടന് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയമൊക്കെ പുള്ളിക്കാരൻ എൻ്റെ കൂടെ ഇരുന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് ചെയ്യണത്. ഞാനൊരാഗ്രഹം പറഞ്ഞപ്പോഴൊക്കെ എൻ്റെ കൂടെ വന്ന് പേപ്പറൊക്കെ വാങ്ങിച്ചു തന്ന് എൻ്റെ കൂടെ എനിക്ക് പറഞ്ഞൊക്കെ തന്ന് ആളാണ് എനിക്ക് പറഞ്ഞൊക്കെ തന്നത് എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ. അപ്പം ഇന്നത്തെ ദിവസം ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി. അത്യാവശ്യം കൈയും കാലൊക്കെ വേനെടുക്കും. ഇതിനൊക്കെ താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ 2ാമത്തെ ദിവസമുണ്ട് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കണം. അപ്പം കട്ട് ചെയ്ത് പിള്ളേരൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം ഒട്ടിച്ച് ചുരുട്ടണതിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ 2ാമത്തെ ദിവസം അത്രയും ഉണ്ടാക്കി കഴിഞ്ഞ് രാത്രി മുറിയുടെ അകത്തുകൊണ്ട് നോക്കും, തണവൊക്കെ അടിക്കാണ്ടൊക്കെ വെക്കണം, അല്ലെങ്കിൽ പേപ്പറൊക്കെ ഇതായിപ്പോൾ. ഇതിപ്പോൾ 3ാമത്തെ ദിവസം കൊണ്ട് പിള്ളേരെയൊക്കെ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഇരിക്കുകയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഉണ്ടാ ഇതേപോലെ കട്ട് ചെയ്ത് മുറിഞ്ഞു പോകാത്ത വിധത്തിൽ ഒട്ടിക്കാനുള്ള ഭാഗവും വിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ഒരു ഉണങ്ങിയതിന് ശേഷം ഒരു ഈർക്കൽമതി ഇങ്ങനെ തെറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടിയായിട്ട് സുഖമായിട്ട് ചെയ്യാം കേട്ടോ. പെരുന്നാളൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പിണ്ടി പെരുന്നാളൊക്കെ കുത്തി അങ്ങനെയൊക്കെ പിണ്ടി പെരുന്നാൾ ആഘോഷിക്കുമ്പോഴായാലും ഒരു അടിപൊളി വൈബ്. അപ്പം ഈ പ്രാവശ്യം എന്തായാലും അടിപൊളി പെരുന്നാളാക്കാന്ന് തന്നെയാണ് ഞാൻ കരുതിയേക്കണം. അപ്പം ഇനിയിപ്പോൾ പെണ്ടിമ സെറ്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇതിപ്പോൾ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ഒരു ഭാരമാവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വേഗം ഇത് പോസ്റ്റ് ചെയ്യണത്. അപ്പം പിണ്ടിമ സെറ്റ് ചെയ്യണതൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം ഇത്രയും കഴിഞ്ഞ് ഇനി ഉണ്ടാക്കാനുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.